കൊതമംഗലം കുട്ടമ്പുഴയിൽ യുവാവിനെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം അടങ്ങുന്നില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഫെൻസിംഗ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉടൻ നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ പ്രദേശത്ത് ട്രഞ്ച് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ജോലി കഴിഞ്ഞു മടങ്ങവേ മിനിഞ്ഞാന്ന് രാത്രി കാട്ടാനയുടെ ആക്രമണത്തിൽ എൽദോസ് എന്ന യുവാവ് കൊല്ലപ്പെട്ടതോടെയാണ് പ്രതിഷേധം ശക്തമായത്. കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിൽ ട്രഞ്ച് നിർമ്മിക്കണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറെ നാട്ടുകാർ ഉപരോധിച്ചിരുന്നു. തുടർന്ന് ട്രഞ്ച് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ട്രഞ്ച് നിർമ്മാണത്തിനുള്ള മണ്ണ് നീക്കൽ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മിനിഞ്ഞാന്ന് കളക്ടറുമായിട്ടുള്ള ചർച്ചയിൽ തന്നൊരു വാഗ്ദാനമായിരുന്നു നാളെ തന്നെ പണി തുടങ്ങുന്നു. ഇപ്പോൾ സന്തോഷം മരിച്ചപ്പോൾ തന്ന വാഗ്ദാനമാണ്. 2 വർഷം മുമ്പ് സന്തോഷം മരിച്ചപ്പോൾ ആണ് ഇവിടെ നമുക്ക് ട്രഞ്ച് താത്തി തരാം എന്ന്, പിന്നെ ഒരു അപകടം, ഒരു മരണം ഒഴിവാക്കാം എന്നൊക്കെ പറഞ്ഞാണ് അത് തുടങ്ങിയത്. ഇന്നലെ എൽദോസും മിനിഞ്ഞാന്ന് മരിച്ചപ്പോൾ ലാസ്റ്റ് ബോഡി വിട്ടുകൊടുക്കാൻ വേണ്ടി കളക്ടർ എടുത്തൊരു തീരുമാനം. ഇന്നലെ വന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു പോയി. ഇന്ന് ഇതുവരെ വന്നിട്ടില്ല. ഈ വന്ന് പണി പൂർത്തീകരിച്ച് ഇനി ഒരു മരണം വന്യമൃഗത്തിൽ നിന്ന് ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അത് ഇന്ന് ഞങ്ങൾ കാണുന്ന ഈ സമയമായിരുന്നു വരെ വന്നിട്ടില്ല. ഇത് ഇന്നലെ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ പദ്ധതിയും ഫണ്ടും ഉള്ളതാണ്. നബാർഡിൻ്റെ ഫണ്ട് വെച്ചിട്ടാണ് പദ്ധതി. പക്ഷേ ഇത് സമയബന്ധിതമായിട്ട് ഇവിടെ നടക്കണില്ല. നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതും ട്രഞ്ച് നിർമ്മിക്കുന്നതും. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പ്രതിരോധിക്കാൻ ട്രഞ്ച് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുൻപേ ആരംഭിച്ചിരുന്നതായാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ട്രഞ്ച് നിർമ്മാണത്തിന് മുന്നോടിയായിട്ടുള്ള മണ്ണ് പരിശോധനയും സർവേയും ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും മാസങ്ങൾ വേണ്ടിവരും. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.